പിന്നെ നമ്മൾ ചെയ്തത് വീതി കൂടിയിട്ടുള്ള ആക്സോ ബ്ലേഡ് ഇല്ലേ, ആ ആക്സോ ബ്ലേഡ് വാങ്ങിയിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും മൂർച്ച വെപ്പിച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് മറ്റേ ഗ്യാസ് വെൽഡിങ് ചെയ്യണില്ലേ അവിടെ പോയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഓട്ട ഇടിപ്പിച്ചു. ഇത് ആക്സോ ബ്ലേഡ് ആയ കാരണം സാധാരണ മറ്റേ ഡ്രില്ല് വെച്ചിട്ട് തുളയ്ക്കൽ അത് എളുപ്പമല്ല, അത് തുളയാൻ പ്രയാസമാണ്. ഇത് ടെമ്പർ കൂടിയതാണ് ഈ ആക്സോ ബ്ലേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് നമ്മളിത് ഗ്യാസ് വെൽഡിങ്ങിൻ്റെ ആ ഒരു സംഭവം വെച്ചിട്ട് ഇതിന് ഓട്ട ഇട്ടതാണ്. അതാണ് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പിടിപ്പിച്ചത്. അപ്പോൾ ഇത് പിടിപ്പിച്ചിട്ട് ഇതിപ്പോൾ ഇങ്ങനെ പുല്ല് ചെത്തണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കയ്യിലുണ്ടായിരുന്ന ആ സംഭവം തന്നെ ഇതൊന്ന് ഉറപ്പിച്ചിട്ടുണ്ട് കണ്ട. ഇവിടെയൊക്കെ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തതാണ് കേട്ടോ, ഗ്യാസ് കട്ടർ വെച്ചിട്ട്. ഇതുപോലെ പുല്ല് കയറി കിടക്കായിരുന്നു എല്ലാ ഭാഗവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തു. ഈ പരിസരത്ത് ഇവിടെ തൊട്ട് ഇവിടെ ഇങ്ങനെ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് ഇത് കണ്ട, ഇതിങ്ങനെ ഫുള്ള് കട്ട് ചെയ്തതാണ് നമ്മൾ. ഇവിടെ നിങ്ങൾ ഫുള്ള് ക്ലീൻ ചെയ്തു. പിന്നെ ആ സൈഡും അതുപോലെ തന്നെ കണ്ട ആ സൈസിൽ പുല്ലുണ്ടായിരുന്നു അവിടെയൊക്കെ. ഇവിടെ കണ്ട ഇത്രയും പാർട്ട് നമ്മൾ ഇത് വെച്ച് കട്ട് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഈ വഴി ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ട് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടാണ്. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പുല്ലുണ്ടായിരുന്നു, ഇതൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഇവിടെ ഈ സൈഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഈ അറ്റം വരെ, അതുപോലെ ഈ സൈഡ് ഇവിടെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. എന്താ ഇവിടെയൊക്കെ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് ഏറ്റവും അടിഭാഗം വരെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്നും കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ വലിയ വലിയ പുല്ല് ഈ സൈസിൽ ഹൈറ്റിലുണ്ടായിരുന്നതാണ് ഇവിടെയൊക്കെ. ഇതൊക്കെ അടിച്ച് ഇങ്ങനെ ആക്കി വിട്ടിട്ടുണ്ട്. ഇവിടെ വരെയൊക്കെ കട്ട് ചെയ്താണ് കേട്ടോ നമ്മൾ. അവിടെയൊക്കെ ഈ സൈസിൽ പുല്ലുണ്ടായിരുന്നതാണ്. ഇവിടെയൊക്കെ അതായതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടാണ്. ഓവറോള് സംഭവം സക്സസ് ആണ്. അടിപൊളിയായിട്ട് പുല്ല് വെട്ടാൻ പറ്റുന്നുണ്ട്. നമ്മളാ തകിട് വെച്ചിട്ടുള്ള ബ്ലേഡ് മാറ്റിയപ്പോഴാണ് വൻ വിജയമായത് സംഭവം. ബ്ലേഡ് മൂർച്ചയുള്ള ബ്ലേഡ് വെച്ചപ്പോൾ സംഗതി കണ്ട, അതൊക്കെ നമ്മൾ ചെത്തിയതാണ് കേട്ടോ. പുല്ല് കാണാൻ പറ്റുന്നില്ലേ, നല്ല സ്മൂത്താണ്. എന്താ കണ്ട ഇത്രയും കണ്ട, ഈ ചെരുപ്പിൻ്റെ അടിയിൽ പൊടിയായിട്ടാണ് കേട്ടത് കിടക്കുന്നത്. കണ്ട അത്രയും സ്മൂത്തായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്.
ഈ ഒരു പൈപ്പിൻ്റെ ഒക്കെ മേലെ കൂടെ ഇങ്ങനെ സ്മൂത്തായിട്ട് കറക്റ്റ് കൺട്രോളുള്ള കാരണം സ്മൂത്തായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ട. അതുപോലെ ഈ സൈഡ് കണ്ട, വീടിൻ്റെ ചുറ്റുമുള്ള പുല്ലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കളഞ്ഞത്. ഇനിയും കുറേ കട്ട് ചെയ്യാൻ കിടക്കുന്നുണ്ട്, 4 സൈഡും ഇനിയും കട്ട് ചെയ്യാൻ കുറേ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത് തന്നെ. ഒരുപാട് പുല്ല് നമുക്ക് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഫുള്ള് ഇങ്ങനെ ഒരു വ്യൂ മൊത്തം നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. 2 സൈഡും ഫുള്ള് പുല്ല് അടിച്ച് കളഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഹൈറ്റിലൊക്കെയാണ് ഇവിടെ പുല്ല് നിൽക്കണണ്ട. ഇനി അടുത്ത ദിവസങ്ങളിൽ ഇതൊക്കെയാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോണത്. ഈ ക്ലീൻ ചെയ്ത സ്ഥലത്തൊക്കെ എത്ര ഹൈറ്റിൽ പുല്ലുണ്ടായിരുന്നു ഏകദേശം. ഏറ്റവും അറ്റത്ത് കണ്ട അപ്പോഴത്തൊക്കെ വലിയ ഹൈറ്റിലാണ് നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ തലഭാഗത്തു നിന്ന് നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ കണ്ട, ഇവിടെയൊക്കെ ഞാൻ പകുതി കട്ട് ചെയ്ത് നിർത്തിയേക്കുക. ബാക്കിയുള്ളത് ഇരുട്ടായപ്പോൾ നാളെ കട്ട് ചെയ്യാമെന്ന് വെച്ചു. ഇത് 2 മണിക്കൂർ കൊണ്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കേട്ടോ. ഈ ചുറ്റുമുള്ള എല്ലാ പുല്ലും കൂടിയിട്ട് നമ്മൾ ആ കൂടി 2 മണിക്കൂറാണ് എടുത്തിട്ടുള്ളൂ. നമ്മുടെ ബൈക്കിൻ്റെ ബാറ്ററി ഇപ്പോൾ 2 മണിക്കൂർ ഓടിക്കഴിഞ്ഞു. ഇനി എത്ര ഓടുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്കിത് ഫുള്ള് ചാർജ് തീരണ വരെ നമുക്കിത് ഓടിച്ച് നോക്കാം. ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു ബാറ്ററി ഡൗൺ ആവണ സമയത്ത് നമുക്ക് വേണമെങ്കിൽ പിന്നെ ബൈക്കിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓടിച്ച് കഴിഞ്ഞാൽ വീണ്ടും ചാർജ് കയറും. അല്ലെങ്കിൽ നമുക്ക് കടയിൽ കൊണ്ടുപോയിട്ട് 50 രൂപ അല്ലെങ്കിൽ 80 രൂപ ഇത്രയും ഉള്ളൂ ഇത് ചാർജ് ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ചാർജർ വരുന്നുണ്ട്. ചാർജറിന് 400 രൂപയാണ് വില വരുന്നത്.